IPL പുതിയ സീസൺ ആവേശത്തിലേക്ക് കടക്കാനിരിക്കെ ടീമുകൾക്കും താരങ്ങൾക്കും കർശനമായ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിച്ച് BCCI കളിക്കളത്തിലെ അച്ചടക്കവും പ്രൊഫഷണലിസവും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ഇനി മുതൽ മത്സരത്തിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങുകളിൽ വസ്ത്രധാരണത്തിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചടങ്ങുകളിൽ ഫ്ലോപ്പികളോ ചെരുപ്പോ കൈയില്ലാത്ത ജേഴ്സികളോ ധരിക്കാൻ പാടില്ലെന്ന് BCCI വ്യക്തമാക്കി. ടീമിന്റെ ഔദ്യോഗിക ജേഴ്സിയും ഷൂസും ധരിച്ച് മാത്രമേ താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാവൂ. പരിശീലന വേളകളിലും നിയന്ത്രണം കടുപ്പിച്ചു. കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഡ്രസ്സിംഗ് റൂമിലോ മൈതാനത്തോ പ്രവേശനം അനുവദിക്കില്ല. ഇവർക്കായി നിശ്ചയിച്ചിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഏരിയയിലിരുന്ന് മാത്രമേ പരിശീലനം കാണാൻ സാധിക്കൂ. യാത്രാ കാര്യങ്ങളിലും പുതിയ നിബന്ധനയുണ്ട്. പരിശീലനത്തിനായി താരങ്ങൾ ടീം ബസിൽ മാത്രമേ സ്റ്റേഡിയത്തിലെത്താനും തിരിച്ചു പോകാനും പാടുള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ടൂർണമെന്റിലെ പ്രധാന ആകർഷണങ്ങളായ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് ജേതാക്കൾക്കും പുതിയ നിർദ്ദേശമുണ്ട്. ബ്രോഡ്കാസ്റ്റ് ക്യാമറകളിൽ പതിയും വിധം മത്സരത്തിന്റെ ആദ്യ 2 ഓവറുകളിലെങ്കിലും നിർബന്ധമായും ക്യാപ്പ് ധരിച്ചിരിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ആദ്യം താക്കീത് നൽകും. വീണ്ടും ആവർത്തിച്ചാൽ കനത്ത പിഴയടക്കമുള്ള ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരുമെന്നും BCCI മുന്നറിയിപ്പ് നൽകുന്നു. ടെന്നീസ് ലോകത്ത് പുതിയൊരു ചരിത്രം കുറിച്ച ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ATP മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റുകളിൽ നൊവാക് ജോക്കോവിച്ചിന്റെ 10 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് 24-കാരനായ സിന്നർ തകർത്തത്. മയാമി ഓപ്പണിൽ ഫ്രഞ്ച് താരം കൊറേറ്റിൻ മൗട്ടെറ്റിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്നർ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇതോടെ മാസ്റ്റേഴ്സ് ടൂർണമെന്റുകളിൽ തുടർച്ചയായി 26 സെറ്റുകൾ ജയിച്ചെന്ന റെക്കോർഡ് ഇനി സിന്നറുടെ പേരിൽ. നേരത്തെ ദാമിർ സുംഹൂറിനെ പരാജയപ്പെടുത്തിയതോടെ ജോക്കോവിച്ചിന്റെ 24 സെറ്റുകൾ എന്ന റെക്കോർഡിനൊപ്പം താരമെത്തിയിരുന്നു. പാരീസ് മാസ്റ്റേഴ്സിലും ഇന്ത്യൻ വെൽസിലും ഒരു സെറ്റ് പോലും നഷ്ടപ്പെടുത്താതെ കിരീടം ചൂടിയാണ് സിന്നർ തന്റെ കുതിപ്പ് തുടരുന്നത്. അതേസമയം മയാമി ഓപ്പണിൽ മുൻ ലോക 1-ാം നമ്പർ താരം ഡാനിൽ മെദ്വദേവ് അട്ടിമറി നേരിട്ടു. അർജന്റീനയുടെ ഫ്രാൻസിസ്കോ സെറുണ്ടോളോയെയാണ് മെദ്വദേവിനെ പുറത്താക്കിയത്. മത്സരത്തിനിടെ സ്പൈഡർ ക്യാം അമ്പയറുടെ കസേരയിൽ കുരുങ്ങി കളി തടസ്സപ്പെട്ടത് കാണികൾക്കിടയിൽ അല്പനേരം പരിഭ്രാന്തി പരത്തി. 2017 റോജർ ഫെഡറർക്ക് ശേഷം സൺഷൈൻ ഡബിൾ എന്ന അപൂർവ നേട്ടം ലക്ഷ്യമിട്ടാണ് സിന്നറുടെ കുതിപ്പ്. അടുത്ത റൗണ്ടിൽ അമേരിക്കയുടെ അലക്സ് മിച്ചൽസൺ ആണ് സിന്നറുടെ എതിരാളി. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നെത്തിയിരിക്കുന്നു. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ വീണ്ടും മൈതാനത്തേക്ക് മടങ്ങിയെത്തുന്നു. ഇത്തവണ ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലക വേഷത്തിലാണ് സിദാന്റെ തിരിച്ചുവരവ്. ESPN റിപ്പോർട്ടുകൾ പ്രകാരം ദീർഘകാലമായി ഫ്രഞ്ച് ടീമിനെ നയിക്കുന്ന ദിദിയർ ദെഷാംസിന് പകരക്കാരനായി സിദാൻ ചുമതലയേൽക്കും. 14 വർഷം നീണ്ട ദെഷാംസ് യുഗത്തിന് 2026 ലോകകപ്പോടെ തിരശീല വീഴും. റയൽ മാഡ്രിഡിന് തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുത്ത സിദാൻ 2021 ക്ലബ്ബ് വിട്ട ശേഷം വിശ്രമത്തിലായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളുടെ കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾ നിരസിച്ചാണ് തന്റെ മാതൃരാജ്യത്തിനായി സിദാൻ കാത്തിരുന്നത്. കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബേലെ, മൈക്കൽ ഒലീസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന കരുത്തുറ്റ നിരയായിരിക്കും സിദാന് ലഭിക്കുക. ഈ യുവനിരയെ ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിക്കുക എന്നതായിരിക്കും സിദാന്റെ പ്രധാന ദൗത്യം. 2026 ലോകകപ്പ് കഴിയുന്നതോടെ സിദാന്റെ ഈ സ്വപ്ന തുല്യമായ കാത്തിരിപ്പിന് വിരാമമാകും. ഫ്രഞ്ച് ഫുട്ബോളിൽ സിദാൻ എന്ന മാന്ത്രികൻ പുതിയ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.